ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം ഊർജിതം. ചാലിയാറിൽ ഇന്നും തിരച്ചിൽ തുടരും. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമില്ലെന്ന് സ്ഥിരീകരണം. ഇന്ന് കർക്കടകവാവ്. ആലുവ, മണപ്പുറം, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ സെമിയിൽ. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 65 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ ICAയുടെ സമ്മേളനം നടക്കുന്നത്. സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്കുള്ള പരിവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ കൂട്ടായ്മയാണ് ഈ മാസം 7 വരെ നീളുന്ന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം 5ാം ദിവസത്തിലേക്ക്. മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മുണ്ടക്കൈയിൽ 3 പേരെ കാണാതായ വീടിന് സമീപം ജീവന്റെ തുടിപ്പ് സംശയിക്കുന്ന റഡാർ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് രാത്രി വൈകി നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 210 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിൽ 147 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 139 ശരീരഭാഗങ്ങളും കണ്ടെത്തി. മരണസംഖ്യ 300 കടന്നതായാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല, പുഴയുടെ അടിവാരം എന്നീ മേഖലകളിൽ നിന്നും ഇന്നലെ 11 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതുവരെ തിരിച്ചറിയാത്ത 3 മൃതദേഹങ്ങൾ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരം കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. അതേസമയം ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും അതിസാഹസികമായ ദൌത്യമാണ് തിരച്ചിൽ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയും മറികടന്നാണ് പുഴയിലും കാട്ടിലുമായി തിരച്ചിൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. മൃഗങ്ങൾ നിറഞ്ഞ കാടും കുത്തിയൊലിക്കുന്ന ചാലിയാറും ചെങ്കുത്തായ മലകളും ദുർഘടമായ പാതകളും സഹജീവി സ്നേഹത്തിന് മുന്നിൽ വഴിമാറുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് നിലമ്പൂരിന്റെ ഉൾമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ കണ്ടെത്തിയത് 68 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളുമാണ്. ചുങ്കത്തറ, കൈപ്പിനി, ഏഴുമാമ്പാടം, കാട്ടുകുളം, അമ്പിട്ടംപൊട്ടി, മുണ്ടേരി, വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. സേനകൾ സൂചിപ്പാറയിലിറങ്ങി വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും അതിസാഹസികമായിരുന്നു ഈ ദൌത്യം. വാണിയമ്പുഴ മുതൽ പരപ്പൻപാറ വരെ പോയ സംഘം തിരച്ചിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ട്രാക്ടറിലാണ് പുഴ കടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് കർക്കടകവാവ്. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ആലുവ, മണപ്പുറം, തിരുവല്ലം, ശംഖുമുഖം, വർക്കല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. അമാവാസി 2 ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ നാളെയാണ് വാവുബലി. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 2 തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. കന്യാകുമാരിയിൽ പുലർച്ചെ 4 മുതൽ ബലിയിടൽ ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നീ സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിന് തിരക്കേറി. പത്തനംതിട്ട തൃപ്പാറ മഹാദേവ ക്ഷേത്രം, വലഞ്ചുഴി ദേവീക്ഷേത്രം, ആറന്മുള ക്ഷേത്രക്കടവ് എന്നിവിടങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂർ തളാപ്പ് സുന്ദരക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, പയ്യാമ്പലം കടപ്പുറം, തലായി കടപ്പുറം,
മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് എന്നിവിടങ്ങളിൽ പിതൃതർപ്പണത്തിനായി ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. ബലിതർപ്പണത്തിനുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൊച്ചി മെട്രോ ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പുലർച്ചെ 5-നും 5:30-നും സർവീസ് ഒരുക്കിയിരുന്നു. കെഎസ്ആർടിസി ആലുവ, എറണാകുളം, പെരുമ്പാവൂർ മേഖലകളിൽ അധിക സർവീസ് നടത്തുന്നുണ്ട്. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീനെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്ന് സംസ്ഥാന പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് കെഎസ്ആർടിസി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് മൊയ്തീൻ അറസ്റ്റിലായത്. 36 കേസുകളിൽ പ്രതിയായ ഇയാൾ 2014 മുതൽ ഒളിവിലായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നീറ്റ്, NTA എന്നിവ റദ്ദാക്കണമെന്നും സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെഡിക്കൽ പ്രവേശനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് DMK അംഗം M. മുഹമ്മദ് അബ്ദുള്ള അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയം രാജ്യസഭ ചർച്ച ചെയ്തു. ഗ്രാമങ്ങളിലെയും വിദൂര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് MBBS, BDS പ്രവേശനം നേടുന്നതിന് മികച്ച മാധ്യമമാണ് നീറ്റെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട 2024-25 വർഷത്തേക്കുള്ള ഗ്രാന്റുകൾ സംബന്ധിച്ച് ലോക്സഭയിൽ ചർച്ച നടന്നു. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന ആരോഗ്യ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ വർഷത്തെ ബജറ്റിൽ വേണ്ടത്ര വിഹിതം വകയിരുത്തിയിട്ടില്ലെന്ന് ചർച്ച ആരംഭിച്ച കോൺഗ്രസിലെ താരിഖ് അൻവർ ആരോപിച്ചു. എന്നാൽ 2014-ൽ രാജ്യത്ത് 387 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 706 ഉയർന്നതായി BJPയുടെ ഡോക്ടർ സഞ്ജയ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തിങ്കളാഴ്ച ഫിജിയിലേക്ക് യാത്ര തിരിക്കും. ഈ മാസം 10 വരെ ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയ്ക്കായുള്ള ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഈ രാജ്യങ്ങൾ. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഫിജിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഫിജിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ശ്രീമതി മുർമു ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ന്യൂസിലൻഡിലെത്തുന്ന രാഷ്ട്രപതി വെല്ലിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഷ്ട്രപതി തിമോർ ലെയ്സ്റ്റയിലെത്തി പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 8 ദേശീയ അതിവേഗ റോഡ് ഇടനാഴി പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 50,655 കോടി രൂപ ചെലവിൽ 936 കിലോമീറ്റർ ദൈർഘ്യമുള്ള 8 പദ്ധതികൾക്കാണ് സാമ്പത്തികകാര്യ ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകിയത്. ചരക്ക് ഗതാഗതം മെച്ചപ്പെടുത്താനും തിരക്ക് കുറയ്ക്കാനും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഈ പദ്ധതികൾ സഹായകമാകും. ആഗ്ര, ഗ്വാളിയോർ, ഖരഗ്പൂർ, മോറെഗ്രാം അതിവേഗ ഇടനാഴികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിലും അമ്പെയ്ത്ത് മിക്സഡ് ഡബിൾസിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. ഷൂട്ടിംഗ് വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാക്കർ ഇന്നലെ ഫൈനൽ യോഗ്യത നേടിയിരുന്നു. അമ്പെയ്ത്ത് മിക്സഡ് ഡബിൾസിൽ അങ്കിത ധീരജ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. വിശദാംശങ്ങളുമായി പാരീസിൽ നിന്ന് ആകാശവാണിക്ക് വേണ്ടി വി. ശിവകുമാർ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ എടുത്തു പറയാനാവുന്നതാണ് ലക്ഷ്യ സെൻ ശക്തനായ ചൈനീസ് എതിരാളി ചൌ തിയാൻ ചെന്നിനെ പരാജയപ്പെടുത്തി ബാഡ്മിന്റൺ സിംഗിൾസ് സെമി ഫൈനലിൽ എത്തിയത്. മനു ഭാക്കർ എന്ന 22-കാരി ഇപ്പോഴേ ഒരു വലിയ ഒളിമ്പ്യനായി അറിയപ്പെട്ടു തുടങ്ങി. ചെറുപ്രായത്തിൽ 2 വെങ്കല മെഡൽ നേടി. അതിലുമേറെ 25 മീറ്റർ പിസ്റ്റൾ എന്ന 3ാം ഷൂട്ടിംഗ് ഇനത്തിലും ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഹോക്കിയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 1972 ശേഷം ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 3-2 തോൽപ്പിച്ചു. അമ്പെയ്ത്തിൽ ഇന്ത്യക്കാരായ അങ്കിത ഭഗട്ടും ധീരജ് ബൊമ്മദേവരായും മെഡലിന് വളരെ അടുത്തെത്തിയിരുന്നു. പക്ഷേ അവസാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കളിക്കാരോട് 6-2 പരാജയപ്പെട്ടു. 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി. രാജ്യത്തിനകത്ത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും എംബസി നിർദ്ദേശം നൽകി. ഗോലൻ മലനിരകളിൽ 12 കുട്ടികൾ കൊല്ലപ്പെടുകയും തുടർന്ന് ഹിസ്ബുൾ നേതാവ് ഫൌദ് ഷുക്കറിനെ ഇസ്രായേൽ സേന വധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മേഖലയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായത്. ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം ഊർജിതം. ചാലിയാറിൽ ഇന്നും തിരച്ചിൽ തുടരും. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമില്ലെന്ന് സ്ഥിരീകരണം. ഇന്ന് കർക്കടകവാവ്. ആലുവ, മണപ്പുറം, തിരുവല്ലം, പരശുരാമസ്വാമി ക്ഷേത്രം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ സെമിയിൽ. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.